എൻ്റെ ഫസ്റ്റ് വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇങ്ങനെ വഞ്ചിയിൽ എക്സ്പ്ലോർ ചെയ്യുകയാണ്. എവിടെയോ രതീഷ്, ടോണി, ഫിലിപ്പ്. വഞ്ചി ഓൾറെഡി മുങ്ങും. കണ്ട വഞ്ചി ഇത് ഇങ്ങനെ. അതന്നെ, ഇതാണ് രതീഷാണ് മാസ്റ്റർ. കണ്ട മൊത്തം വെള്ളത്തിലാണ്. കണ്ട ഇതെങ്ങാട്ടോ നമ്മൾ പോവുകയാണ്. ഏത് മീനെ പിടിക്കാനാ പോണാ? മധുരാനെ പിടിക്കാൻ പോണാണ്. ഞാൻ ആ മീനെ കണ്ടിട്ട് പോലുമില്ല. അതിനെ പിടിക്കും എന്നാണ് പറയുന്നത്. ടോണിക്ക് നീന്താൻ അറിയില്ല, അത് വേറെ കാര്യം. അതുകൊണ്ടാണ് നടുക്കിരിക്കണത്. പേടിച്ചിട്ട് നടുക്കിരിക്കുകയാണ്. ഫിലിപ്പിനെ അറിയാം, ഫിലിപ്പിനെ അറിയാം. ആട്ടിക്കഴിഞ്ഞ വീഴും. കണ്ട കയ്യൊക്കെ കണ്ട. പിന്നെ പേടിക്കണ്ട, ആര് വെള്ളത്തിൽ വീണാലും മറ്റേ രക്ഷിക്കാൻ രതീഷ് ഉണ്ട് അല്ലേ? ആ രക്ഷകൻ. ഇതൊക്കെ വ്യൂ നോക്കിയാ കണ്ട, നല്ലൊരു സ്ഥലം. ആ ബെസ്റ്റ്. എടാ വളക്കണ ബസ്സിൽ വളക്കണ. അവിടെ പട്ടിയുണ്ട്. എനിക്കറിയാം. ഒരു സ്പീഡ് ബോട്ട് പിടിക്കൂലേ? നോക്ക്, ഒരു സ്പീഡ് ബോട്ട്, 2 സ്പീഡ് ബോട്ട്. കണ്ട 2 സ്പീഡ് ബോട്ട്. ഭീഷണിപ്പെടുത്തും. പിന്നെ ഭീഷണി വ്ളോഗാണല്ലോ, ഇത് കാണുമല്ലോ എന്തായാലും. ഞാൻ മറക്കൂലോ. എടാ നീ ഇത് കാണുമ്പോ തന്നെ ഇതിട്ടേ കമന്റ് വരും. എന്താണ് ഇത് പഠിക്കണ്ടേ? ഇത് നീ പറഞ്ഞു തന്നെ വന്നാലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് എടാ ഇത് ഫ്രണ്ടും ബാക്കും നോക്കിക്കോ. വഞ്ചി നീന്തണം എങ്ങനെയാന്ന് പഠിപ്പിച്ചോ? വഞ്ചി നീന്തണം, വഞ്ചി തുഴയണത്. ക്യാമറ പിടിച്ചിരിക്കുന്ന രതീഷാണ്. രതീഷ് എന്തിലൊക്കെ പറയണത്? എന്ത് നീ ബ്ലോഗറല്ലേ രതീഷ്? ഇവന് അറിയില്ല എന്താ തുഴയുണ്ട്. സത്യത്തിൽ രതീഷാണ് തുഴയണത്. വഞ്ചി പോടണ്ട, എങ്ങാടൊക്കെയോ പോകുന്നു. ഇതിപ്പോ കരയിലിടിക്കും. ഇനി രതീഷ് തുഴയും. രതീഷാണ് മാസ്റ്റർ. ഞാൻ ഇങ്ങനെ എടുത്തുന്നുള്ളൂ. കണ്ട ഇത് കണ്ട, സിമ്പിളായിട്ട് തുഴയണ്ട. എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്? 15 കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ട് മോനെ. മാസ്റ്റർ ഫസ്റ്റ് ക്ലാസ് എടുക്കാനുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. കണ്ട ബാക്കിൽ വെത്തും. ഇവിടെ ഇവിടെ അനങ്ങാതിരിക്കണ വെള്ളത്തിൽ വീഴൂടാ. കോരി മുങ്ങത്. ഞങ്ങക്ക് 3 പേർക്ക് നീന്താ അറിയാട്ടാ. നീ മാത്രമേ മുങ്ങൂളൂ. സത്യത്തിൽ ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആണ്. കാട്ടിൽ പോയപ്പോ വ്ളോഗ് ചെയ്തില്ല. ഒന്നുകൂടി ആ കാട്ടിൽ പോവോ പ്ലീസ്? ഇവിടെ ഒരു കാടുണ്ട്, നല്ല രസമാണ് കാണാൻ. ഇതാണ് കണ്ട. അങ്ങനെ പൊക്കുമ്പോ അതിൻ്റെ ഉള്ളിൽ 2 ഉണ്ടാവണം, പക്ഷെ ഉണ്ടായില്ല. 2 ഇല്ല. ഇന്ന് പുഴയില് കാട്ടിലേക്ക് പോണാണ്. കാട്ടി നൈസാണ്. വവ്വാലിനെ കണ്ട? വവ്വാൽ തൂങ്ങിക്കുന്നു. എടാ ചൂണ്ടിടണം, മീനെ കിട്ടിയില്ലെങ്കിലേ. ആ വെട്ടം പോയാലാണ്. ഏത് മീൻ്റെ പേരെന്താണ്? മാത്തേരാന. മതിരാനെ കിട്ടുള്ളൂ സ്ഥലം. ഇതാണ് കാട്ടിലേക്കുള്ള വഴി. ചെറിയ കാട്ടിലേക്കാണ് പോണത്. ഷോർട്ട് കട്ടാണ്. കണ്ടൽക്കാട്. ഇതാണ് കണ്ടൽ. ഏതാണ്? അതല്ല ഇവിടെ പ്ലാവൊക്കെ ഉള്ള. ആ ഇല്ല, ഇവിടുത്തെ ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് രതീഷ് മാത്രമേ അറിയുള്ളൂ. ഞങ്ങൾ ഇങ്ങനെ ഏത് ഇത് പറഞ്ഞ ഒരെണ്ണം. ആ അപ്പൊ ഇതൊക്കെ സാധ്യമാണ്. ആ കണ്ട ഞങ്ങളുടെ ഇവിടെയൊക്കെ ഉണ്ട്. അല്ല ഞങ്ങളുടെ ഇവിടെ അടുത്ത് ഇവിടെയാണ് വെള്ളമുള്ളത്. എടാ വൈക്കത്ത് വെള്ളത്തിൽ ജീവിച്ചവര് നിനക്ക് നീന്താൻ അറിയില്ല എന്ന് പറഞ്ഞാൽ നാണാവൂലേ? എന്നിട്ട് ഞങ്ങക്കൊക്കെ നീന്താൻ അറിയാലോ. നീന്താൻ പഠിപ്പിക്കണോ? ഇന്ന് നീന്താൻ പഠിപ്പിച്ചാലോ? എടാ എന്നെ പഠിപ്പിച്ചാലോ? ഇവിടുന്ന് മുക്കിയാ മതി.
കണ്ടോ ഏതോ കാട്ടിന്നൊക്കെ വരുന്നുണ്ട്. ഇത് ഷോർട്ട് കട്ട് ആയിരുന്നു. ഇപ്പൊ നമ്മ ഏത് ഏത് പുഴയാണ്? ചിറ്റൂരാ? ഓ കാട്ടിലേക്കുള്ള ഷോർട്ട് കട്ട് ആണ്ടാ. ട്രാപ്പായി ഗൈസ്. പ്രൊപ്പലറിൽ പുല്ല് പിടിച്ചു. മഴക്കാറായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ ഐസ് ആയിരുന്നു. അടുക്ക് നമുക്ക് ഒരു ദിവസം വെയിലുള്ളപ്പോൾ പോകാം. അപ്പം നല്ല രസമാണ്. അന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്ന് അങ്ങ് ടോണീനെ വെള്ളത്തിൽ മുക്കാൻ കൊണ്ടുപോണേ. ഇനി എല്ലാവർക്കും രതീഷിന് ഒരു പാട്ട്. രതീഷ് ഒരു വരി എടോ ഒരു വരി പാടാ. അല്ലാതെ ഒരു വരി പാടാ. എന്താടാ പാട്ട്? ടോണി ഒരു വരി പാട്ട്. ഇല്ല ഫിലിപ്പ് പാടും. ഫിലിപ്പ് ആ ചിറ പുഞ്ചി പാടിയാളാ. ആ വഞ്ചി തുഴഞ്ഞിട്ട് കറക്റ്റ് ഇതാണ്. അത് ഒന്ന് മാറ്റി. ചിറ്റൂര് പുഴയത്ത് രതീഷിന്റെ വഞ്ചി തുഴഞ്ഞിട്ട് ഞങ്ങൾ എങ്ങാട്ടോ പോവുകയാണ്. ആ നല്ല പാട്ടിനെ നശിപ്പിച്ചു ഗൈസ് ഞാൻ. രണ്ടു വരി എടാ, 2 വരി. എന്റെ പ്രേക്ഷകർക്ക് വേണ്ടി 2 വരി നീ പാടണം. എടാ ഗൈസ്, ഇവന് നാണം. ഇവനൊരു ഡയറക്ടർ, സിനിമ പ്രൊഡ്യൂസർ, പിന്നെ എന്തൊക്കെയാണ് മ്യൂസിക് ഡയറക്ടർ, സ്വന്തമായിട്ട് പാട്ടും കഥയൊക്കെ എഴുതണനാ. അവന് നാണം. എന്നിട്ട് അവന് പാട്ട് പാടാൻ നാണം. ഒരു പാട്ട് പാടാ. ഏത് ഒരു പാട്ടും അറിയില്ലേ? ഒരു പാട്ടും. അന്ന 2 പരിപാടി മതി. ഇല്ലാതെ നല്ല പാട്ടാണെങ്കിൽ ആൾക്കാർ എന്തായാലും സ്വീകരിക്കും. ജയറാൻ 2 കിട്ടി. ആക്ച്വലി ഐ ആം ട്രാപ്ഡ്. 2 കടിച്ചു കഴിഞ്ഞാൽ എത്ര സ്റ്റിച്ചിട്ടുണ്ട്? 2 സ്റ്റിച്ചും കുറേ കിട്ടും കാലില്. എടി ഈ 2 എനിക്ക് തന്നെ കേട്ടോ. ഒരാൾ ബുക്ക് ചെയ്തിട്ടുണ്ട്, എന്റെ ഇത്താത്ത. ഗൈസ് 2 കടിക്കുമെന്ന് കാലക്കന വഞ്ചിയിൽ വെച്ചാണ്. ഇനി ഇതിൽ കൂടി മേളിൽ കൂടി വരുമോ? സക്സസ് ആയിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ടുണ്ട്. കണ്ടോ ഞണ്ട്. ഇതാണ് ഞണ്ടിനെ ഇങ്ങനെ വലയിലും പിടിക്കാം, നേരത്തെ കണ്ട പോലെയും പിടിക്കാം. അടുത്ത 2 കിട്ടി. ഇല്ല, പുല്ലാനൊന്നുമല്ല, ഏതോ മീനാണ് ഗൈസ്. അങ്ങനെ ഒരു ഞണ്ടിനെയും ഒരു മീനെയും കിട്ടി. അല്ല 2 ഞണ്ട്. ഇവിടെ ഒരു 2 കൂടി ഉണ്ട്. എടുക്കുകയാണ്. ഞണ്ടിനെ പിടിക്കാൻ ഒരു കഴിവാണ് കേട്ടോ. വെറുതെ പോയി പിടിച്ച കൈ അവിടെ ഇരിക്കും. ഗൈസ്, ഇനി ഞണ്ടിനെ കെട്ടണ കാണിച്ചു തരാം. കണ്ടോട്ടാ. അടുത്ത മീനെ കിട്ടി. കാഞ്ചറ അതേത് മീനാണ്? കാഞ്ച കണ്ട ജീവനുണ്ട്. കണ്ട എന്താ എന്ത് നിന്റെ ഇഷ്ടം? അതിനെ മതിരാനെ പിടിക്കാം. അതെടുക്കാം. ഒരു മഴയോടി പാടിയായിരുന്നു കറക്റ്റ് ആ പാട്ടിട്ട് കൊടുക്കായിരുന്നു. ചിറാപ്പുഞ്ചി മഴയത്ത് നിലാവഞ്ചി തുഴഞ്ഞിട്ട്. കണ്ണടയൊക്കെ വെച്ച് മതിരാനെ പിടിക്കാൻ പോണ രാത്രി നന്നായിട്ട് കാണുന്നുണ്ട്. കണ്ടോ രതീഷ്? ഇപ്പൊ നമ്മളെ വാട്ടർ മെട്രോ എടുക്കുന്നുണ്ട്.
ഇപ്പൊ ഒരു ആനാക്കോണ്ട വൈബൊക്കെ ഇപ്പൊ വന്നിട്ടോ രാത്രി. പേടിക്കാനൊന്നും പറ്റിയൊന്നുമില്ല. ഇത്രയും പേടിച്ചില്ല, അവസാനം പേടിച്ചിട്ട് എന്താ കാര്യം? മീനെ പിടിക്കണം. 2, 3, 4, 5, 6, 7, 8, 9, 10. എത്ര 10 ഉണ്ടോ? കണ്ട കുറച്ചൊന്നും ചെറുതാക്കൂലേ? എത്ര വലുതാക്കണേ? എറിഞ്ഞ് കുടുങ്ങി കിടക്കും എറിയുമ്പോ. കിട്ടിയെന്ന് ഫ്ലാഷ് ഓൺ ചെയ്യാൻ പറ്റൂല. ആ നോക്കട്ടെ. ആ സൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല. ഇവിടത്തെ ചൂണ്ടയൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഒന്നും അങ്ങോട്ട് ആയിട്ടില്ല. എന്തായാലും നമ്മൾ ഇതൊരു ദിവസം പിടിക്കും, തിന്നും എന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ മടക്കി തുടങ്ങി ഇവിടെ. ഗായ്സ്, മീനെ കിട്ടിയില്ലെങ്കിലും മന്തി കിട്ടി. 10 മണിക്കും മന്തി കിട്ടി. എനിക്കെല്ലാം ഇഷ്ടം മന്തി, മയോണൈസ്.